ഈ പറയുന്ന AKMA എന്ന സംഘടന എന്താണ്? എപ്പോഴാണ് അത് 2017 അത് രൂപീകരിക്കപ്പെട്ടത്, രജിസ്റ്റർ ചെയ്തത്. ഞാൻ 18 വർഷം കൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് പല സമരങ്ങളും നിരാഹാര സമരങ്ങളും ഒത്തിരി നടത്തുന്നുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വാനുഭവത്തിൽ നിന്നുണ്ടായതാണ് AKMA? തീർച്ചയായിട്ടും സ്വന്തം അനുഭവം. ഈ AKMA കഴിഞ്ഞ 18 വർഷമായി ഉണ്ട്. ഈ 18 വർഷക്കാലം നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ചെയ്ത ഒരു 10 കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് നിയമത്തിന്റെ അറിവില്ല, അത്യാവശ്യം ഇവർക്കൊന്നും നിയമമല്ല. നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആളൂരാണ്. അദ്ദേഹം നല്ലൊരു അഭിഭാഷകൻ അല്ലയോ? എനിക്കറിയില്ല. പറഞ്ഞോളൂ. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിയമോപദേശം കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. സഹായം എത്ര കേസുകളുണ്ട്? 10ഉം 20ഉം ഒന്നുമല്ല, 100 കണക്കിന് ഒരുപാട് കേസുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി വക്കീല് ഏറ്റവും കൂടുതൽ കോടതിയിൽ പരാജയം വരുന്നത് അഭിഭാഷകന്മാർ ഇവരെ ചതിക്കുകയാണ്. അഡ്വക്കേറ്റിനെ നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട്. അല്ലല്ല, എല്ലാം ആളൂരിനും എല്ലാം അങ്ങനെ താങ്ങണമെന്നില്ലല്ലോ. ഹാജരായിട്ടുണ്ട്. ഏത് കേസിലാ? പല കേസിൽ 2-3 കേസുകൾ ചെയ്തിട്ടുണ്ട്. അത് സാമ്പത്തികം കുറച്ച് വലിയ പൈസ. വട്ടിയൂർക്കാവ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങളിലാണ് AKMA എന്ന് പറയുന്ന സംഘടന നയിച്ചത്. എന്തായിരുന്നു പ്രശ്നം? എന്റെ നല്ല രീതിയിൽ ഞങ്ങൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് ഒരു വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി വന്നപ്പോൾ ഞാനെന്ത് റെന്റിന് ഒരു വീടെടുത്ത് ഞാൻ പോയി. അപ്പോൾ പോയ സമയത്ത് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിയും ആ വീട്ടിൽ ഉണ്ടാവാറില്ല എന്ന് ഞാൻ അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലും അങ്ങനെ പലയിടത്തും പോകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. അത് പുറത്തുനിന്ന് എൻ്റെ പരിചയക്കാർ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പിന്നീട് നേരിട്ട് ഒരു ദിവസം നേരത്തെ കയറി വന്നപ്പോൾ അങ്ങനെ വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പൊ ഞാൻ അറിയാതെ 10-18 വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടമല്ല. അപ്പൊ അന്നത്തെ നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ ജീവിത രീതി എന്തായിരുന്നു, എന്റെ വീട്ടിൽ വളർന്നത് ഏത് രീതിയാണ്, ആ രീതിയെ നമുക്ക് താങ്കളുടെ ചൊൽപ്പടി നിൽക്കണമായിരുന്നു ഭാര്യ. എങ്ങനെ ചൊൽപ്പടിയിൽ? എല്ലായിടത്തിലും അങ്ങനെ ചൊൽപ്പടി നിൽക്കണ്ടല്ലോ. നമുക്ക് കുട്ടികളുണ്ടേ, കുട്ടികളുടെ കാര്യം നോക്കി ജീവിക്കണം. താങ്കൾ പുറത്തു വിടാത്തൊന്നും വീട്ടിൽ ഭാര്യയില്ല എന്ന് പറയുന്നത് ഡിവോഴ്സിനുള്ള കാരണമാണോ അജിത് കുമാർ? ഇല്ലല്ലോ, അത് കാരണമായിട്ടില്ല. പിന്നീട് അവളെ വിളിച്ചിട്ടേ അവൾ വരാൻ തയ്യാറായില്ല. അവളുടെ അമ്മയുടെ അടുത്ത് അവൾ നിൽക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു പരിധിയുണ്ട്. റെന്റിന് എടുത്തിട്ടിരുന്ന വീടാണ്. 3 മാസം ഞാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ വഴിക്ക് പോയി. മുൻ ഭാര്യയോട് ഇപ്പോഴും ഒരു പക ഉള്ളിലുണ്ടോ, ദേഷ്യമുണ്ടോ? എനിക്കങ്ങനെ പകയൊന്നുമില്ല. കാര്യം അവൾക്കും ഇല്ല. കാര്യം അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾ പിന്നീട് എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ പിന്നെ നമ്മൾ പകയ്ക്കേണ്ട കാര്യമില്ല. താങ്കളുടെ അമ്മയും ഈ പ്രശ്നം താങ്കളുടെ കൂടെ നിന്നില്ല? അമ്മയും നിന്നില്ല, അച്ഛനും നിന്നില്ല. അവരൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രശ്നം താങ്കളുടെ വീട്ടിൽ പോലും ബോധ്യപ്പെടാൻ താങ്കൾ കഴിഞ്ഞില്ല? കഴിഞ്ഞിട്ടില്ല. അമ്മയെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ഇല്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടികള് വനിതാ കമ്മീഷനിൽ വനിതാ സെല്ലിൽ നിന്ന് എന്റെ കൂടെ കുട്ടികൾ വരാൻ തയ്യാറാകും എന്റെ കൂടെ വരികയും ചെയ്തപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ കുട്ടികളെ ഒന്ന് നോക്കാവോ? പിള്ളേരോട് പഠിച്ചുള്ളവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും ഞാൻ. അപ്പോൾ അമ്മ പറഞ്ഞ വാക്ക്, ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾക്ക് അതിന് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്ത്രീ വിരോധത്തിന്റെ വിത്ത് ഉള്ളിൽ മുളയ്ക്കാനുള്ള കാരണം സ്വാനുഭവം തന്നെയാണോ? സ്വന്തം അനുഭവം, ഭാര്യ, അമ്മ. അപ്പൊ അത് നമുക്കൊരു അമ്മയോടും ഒരു വിഷമം തോന്നി. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഓഡിയോ കേൾപ്പിച്ചു. താങ്കളുടെ ഈ പറഞ്ഞ AKMA എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഓഡിയോ. എടുത്തു ചാടില്ല. എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തെ, അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ കാശ് വന്നു കഴിഞ്ഞാൽ 10 ദിവസം സമയം കൊടുക്കും. വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എൻ്റെ സ്ഥലമായ മൂന്നാമൂട് ജംഗ്ഷനിലും എൻ്റെ അമ്മയുടെ വീട്, എൻ്റെ ആ കുടുംബ വീടിൻ്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും, ഇന്ന ആളിനെയും എൻ്റെ അമ്മയെയും എൻ്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, വധിച്ചിരിക്കുമെന്ന് ബോർഡ് വച്ച്, ഫ്ലക്സ് ബോർഡ് വച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ. ഞാൻ ഞാൻ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ചെയ്ത് മാത്രമേ ചെയ്യൂ. എന്റെ ഭാര്യ ഡിവോഴ്സായി, വേറൊരു കല്യാണം കഴിച്ചു, അത് ഡിവോഴ്സായി, അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും അപ്പനും താമസിച്ചിരുന്ന ആ വീട്ടിൽ വന്ന് താങ്കളുടെ ന്യായം എന്തുവായിക്കോട്ടെ, താങ്കൾ പറയുന്നത് താങ്കളുടെ മുൻ ഭാര്യയും അമ്മയും താങ്കൾ കൊല്ലും, ഫ്ലക്സ് വെച്ച് കൊല്ലും,
അത് കുറ്റവാളിയുടെ വർത്താനമല്ലേ? കുറ്റവാളി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പോകും. എന്താ ആയിക്കോട്ടെ സാർ. അമ്മയെ തല്ലിയാലും രണ്ടോ അഭിപ്രായം ഉണ്ടല്ലോ. താങ്കൾ അമ്മയെ കൊല്ലുന്നാ പറയുന്നത്. ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നു എങ്കിൽ ആ. അതിന്റെ കാരണം നിങ്ങൾ തിരക്കി നോക്കണം. ആരെങ്കിലും ഇല്ല, കാരണം തിരക്കാൻ പറ്റില്ലെന്നേ. തിരക്കണം. എന്ത് തിരക്കണം? ഒരു തിരക്കേണ്ട ഞാൻ കാര്യമില്ല. ചോദിക്കട്ടെ? ഒരു തിരക്കേണ്ട കാര്യമില്ല. ഒറ്റ ചോദിച്ചോട്ടെ, താങ്കൾ പറയുകയാണ് താങ്കളുടെ അമ്മയുടെ തറവാടിന് മുന്നിൽ ഫ്ലെക്സ് കൊണ്ടുവച്ച് താങ്കളുടെ അമ്മയെ കൊല്ലാൻ പോകുന്നു, മുൻ ഭാര്യയെ കൊല്ലാൻ പോകുന്നു. താങ്കൾക്ക് എന്താ പ്രശ്നം വട്ടിയൂർക്കാവ് കുമാർ? താങ്കൾക്ക് അറിയില്ലേ? എനിക്ക് അത്യാവശ്യം ചിന്തിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് എന്തോ കൊല്ലുന്നു പറഞ്ഞു. ഞാനത് ചെയ്യാത്തത്. പറയുന്നത് ഞാൻ ചെയ്യാത്തത്. എന്റെ സ്ഥാനത്തിൽ വേറൊരാളായിരുന്നെങ്കിൽ കൃത്യമായിട്ടും ആ കൃത്യം ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞത് വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പൊതു ഗ്രൂപ്പാണ്. പൊതു ഗ്രൂപ്പിൽ കൊണ്ട് താങ്കളുടെ മുൻ ഭാര്യ എന്ത് ദേഷ്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, കൊല്ലും എന്ന് പറഞ്ഞ് പരസ്യമായി ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ താങ്കളുടെ മനോഭാവം എന്താണ്? താങ്കളുടെ മനോഗതി എന്താണ്? ആ മാനസികാവസ്ഥയിൽ ഒരാളിനെ അതൊരു ക്രിമിനൽ മാനസികാവസ്ഥയല്ലേ ശ്രീ വട്ടിയൂർക്കാവ് കുമാർ? എന്റെ ചോദ്യം അതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ആരെങ്കിലും വെട്ടിയിട്ടുണ്ടോ, കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. താങ്കളുടെ ശബ്ദം ഞാൻ കേൾപ്പിച്ചേ. ആയിക്കോട്ടെ, വോയിസ് അല്ലേ? ഞാൻ പറഞ്ഞ കൊലപാതകളൊക്കെ നേരത്തെ കൊലക്കേസിലെ പ്രതികളാണോന്നില്ല. ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ എന്തുറപ്പിലാണ് താങ്കളുടെ മുൻ ഭാര്യയും താങ്കളുടെ അമ്മയും അവിടെ ജീവിക്കുക? താങ്കൾ ആക്രമിക്കുക എന്തുറപ്പാണുള്ളത്? ഭാര്യ എവിടെ നിന്ന് ഇറങ്ങണമെന്നാ ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ല, കൊല്ലും. ചിലപ്പോ ഏത് മാനസികാവസ്ഥയിൽ എന്ന് പറയാൻ പറ്റില്ല. താങ്കൾ കൊല്ലുന്ന പറയാം ഇപ്പോഴും. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പൊ ഞാൻ കൊല്ലില്ല, കാരണം ഞാൻ ചിന്തിക്കുന്ന ആളാണ്. അല്ല, അതോ താങ്കൾ ഗ്രൂപ്പിൽ ഗുമ്മിനോടിയിട്ടാണോ അത്? അല്ലല്ല, മാനസികമായിട്ട് തകർന്നിട്ടിട്ട് തന്നെ. ഒറ്റ റോഡിയോടെ കേൾപ്പിക്കട്ടെ. പിന്നെ ഞാൻ വളരെ ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പില് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരോടാണ് എൻ്റെ ആവശ്യം ഞാൻ ഉന്നയിക്കുന്നത്. ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല, നിങ്ങൾ അത്യാവശ്യം ചതിക്കാത്തവർ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചതിക്കാനും പാടില്ല. എന്തെന്ന് വെച്ചാൽ, എനിക്കിപ്പോ വിജയിക്കണമെങ്കിൽ ലേശം കാശിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഞാൻ കൊലപാതകം വരെ ചെയ്യാം. രണ്ടുപേരെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ മുൻ ഭാര്യ, മക്കളുടെ അമ്മ. താങ്കൾ ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെടുകയാണ്. 5 ലക്ഷം രൂപ വേണം, 20 ലക്ഷം രൂപ വരെ ആകാം. വെറുതെ അല്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അല്ലല്ല, ഒറ്റ മിനിറ്റ്. AKM എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആ ഗ്രൂപ്പിൽ ആളെ ചേർക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഭാര്യ അമ്മയും കൊല്ലാനുള്ള പണം ഉണ്ടാക്കുക. അത് കൂടെ ഉദ്ദേശം. എന്റെ 50 ലക്ഷം രൂപയുടെ വസ്തു പതിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചതിക്കരുത്. ചതിക്കാത്തവർ ആയിക്കോട്ടെ, ഞാൻ പതിച്ചു കൊടുക്കുമെന്ന് ആർക്കറിയാം. ആ ഓഡിയോ ഫുള്ളായിട്ടിടൂ. പൈസ ഉണ്ടാക്കാനുള്ള തട്ടി പരിപാടിയില്ലേ സാറേ? എന്റെ അക്കൗണ്ട് നോക്കിയാൽ മതി. എന്റെ ഫാമിലിയിൽ ഒരു വീടില്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഒരു ജോലിയില്ല. ബാങ്ക് ബാലൻസ് ആരും പറഞ്ഞ ജോലിയില്ല. എന്താ ജോലിയുള്ളത്? ഞാൻ ഐബലിന്റെ വർക്കാ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫ്ലവേഴ്സ് കോട്ടയത്ത് ആദ്യമായിട്ട് എക്സിബിഷൻ ഇട്ടപ്പോ ഐബലിന്റെ പ്രോഡക്റ്റ് വെച്ചത് ഞാനാണ്. ആ സ്റ്റാളിന്റെ പൈസ കൊടുത്തു? താങ്കൾ കൊടുത്തു. ഒന്ന് അന്വേഷിച്ച് നോക്ക്. കൊടുത്തിട്ടുണ്ട്. ഇല്ല, കൊടുത്തിട്ടില്ല. പുള്ളിയെ വിളിക്കൂ. അത് വ്യക്തമാണ്. പോട്ടെ. അപ്പൊ ഈ ഗ്രൂപ്പിൽ താങ്കൾ പറയുന്നത് താങ്കളുടെ അമ്മയും താങ്കളുടെ മുൻ ഭാര്യയും താങ്കൾ വധിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വധഭീഷണിയാണ്. അത് പുറത്തുപോയ കേസാവുന്ന കാര്യമാണ് അല്ലേ? അത് ബോധ്യമുണ്ടോ? കേസായാലും ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാ. കേസ് എടുത്തോട്ടെ. അമ്മയും മുൻവരെ കൊല്ലും ആവശ്യം വന്നാ. എന്റെ മാനസികാവസ്ഥ പ്രശ്നം താങ്കൾ എന്തുകൊണ്ടാണ് പുരുഷന്റെ മാനസികാവസ്ഥ പ്രശ്നം ഇല്ലാത്തത്? അല്ല, ഇത് പുരുഷ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞ വട്ടിയൂർക്കാവ് താങ്കൾ അടിയന്തരമായ ഒരു സൈക്കോളജിനെ കാണണം. താങ്കൾ അടിയന്തരമായ ഒരു എന്ന് പറഞ്ഞാൽ താങ്കൾ ഏതെങ്കിലും മാനസികാവസ്ഥയിൽ പോയി താങ്കളുടെ മുൻ ഭാര്യ അമ്മയും കൊന്നാൽ ഞാൻ കൂടി പ്രതിയാകും. കാരണം എന്താണ്? താങ്കൾ ഒരു മുന്നറിവ് എന്ന നിലയ്ക്ക് ഞാൻ കാണിച്ച സാധനം. താങ്കളും താങ്കളുടെ ഭാര്യ എന്നുള്ള വർഷം എനിക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. അത് അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ താങ്കൾ ഈ പറഞ്ഞ സംഘടനയുടെ ഗ്രൂപ്പിൽ അവരെ കൊന്നുകളെ ഇടാണോ? ഇത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് കൊലപാതകം നടക്കുന്നത് ആരും പ്ലാൻ ചെയ്തല്ല. പ്ലാൻ ചെയ്തത് നമ്മുടെ ഗ്രീഷ്മയെ പോലുള്ളവരാണ്. അല്ലാത്തവര് എന്താണ് പുള്ളിക്കാരന്റെ മാനസികാവസ്ഥ നമുക്കറിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അദ്ദേഹത്തെ ഈ കൊല്ലാൻ കാരണം. ചെന്താമരയ്ക്ക് മാല ഇടുവോ? ഇല്ല, ഒരിക്കലും എന്തുകൊണ്ട് ഇല്ലാത്ത? അദ്ദേഹത്തെ ഈ നമുക്ക് താങ്കളുടെ യുക്തിപ്രകാരം മാല ഇടണമല്ലോ. കാര്യം അദ്ദേഹത്തെ കോടതി കുറ്റക്കാരൻ നടത്തിയിട്ടില്ല. ഇദ്ദേഹം കൊന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടില്ലോ. അല്ല, കൊല്ലുന്ന കണ്ടില്ലെങ്കിലും നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ മാല ഇടേണ്ട ആവശ്യം എനിക്കില്ല.